ശിവഭഗവാനെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? അപ്പോൾ ആ ശിവഭഗവാനെ സന്തോഷിപ്പിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പോൾ ഏതൊരു ദൈവവും തന്നെ ആരും തന്നെ സന്തോഷപ്പെടുത്തണമെന്ന് വിചാരിക്കാറില്ല. മനുഷ്യരോ മൃഗങ്ങളോ ഏത് ഉയിരിനങ്ങളോ തന്നെ സന്തോഷപ്പെടുത്തണമെന്ന് ഏതൊരു ദൈവവും വിചാരിക്കില്ല എന്നതാണ് ഒരു സത്യം. ആദ്യം നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ദൈവം നമുക്ക് കൊടുക്കുന്ന ജോലി എന്താണെന്നാൽ നമ്മുടെ മനസ്സിന് നേർമയുള്ളവരായി ഇരുന്ന് ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ ആർക്കും പ്രശ്നങ്ങൾ കൊടുക്കാതെ നീ ആര് എന്ന് ഉണർന്ന് എന്നിടം വാ എന്നു മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിഷയം. ശിവഭഗവാനെ പറ്റി പറഞ്ഞാൽ മുഖ്യമായി അതാണ് അവരുടെ ആ ഒരു നിലപാട്. അതായത് നമ്മൾ ഗുരുവിനെ കേട്ടാലും ശരി, നിറയെ ആത്മീയത്തെപ്പറ്റി അറിഞ്ഞിരിക്കുന്നവരോട് ചോദിച്ചാലും ശരി, നിങ്ങൾ അർച്ചന ചെയ്യുന്നതിനാലെയോ ആരാധന ചെയ്യുന്നതിനാലെയോ ഇതെല്ലാം നമ്മൾ പുറം കണ്ണുകൾക്ക് മാത്രമാണ് വെളിച്ചമെന്നല്ലാതെ അകക്കണ്ണ് തുറന്ന് ഉള്ളിൽ നോക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥമായ ആ സന്തോഷം ഏത് എന്ന് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അകക്കണ്ണെ എങ്ങനെയാണ് തുറക്കണമെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പരിശ്രമം ഒന്നുകൊണ്ട് മാത്രം നടക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ പോകുന്ന ആരാധനാലയങ്ങളിൽ സേവ ചെയ്യുന്നവർക്ക് അവർ കുറച്ച് ഏഴ്മ നിലയിൽ ഇരിക്കുന്നവരാണെന്ന് അറിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കുന്നത് ഒരു സൂക്ഷ്മമായ രഹസ്യമാണ്. എല്ലാവരും ഇത് പറഞ്ഞു തരില്ല കേട്ടോ. അതായത് ചില വിഷയങ്ങൾ, അതായത് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ അടുത്തുള്ള ചെറിയ ചെറിയ അമ്പലങ്ങളായിരിക്കും. അപ്പോൾ ആ അമ്പലങ്ങളിലൊക്കെ പോകുമ്പം അവിടെ അവിടെ അമ്പലം വൃത്തിയാക്കുന്നവരോ അടിച്ചു തളിക്കുന്നവർ, അപ്പുറം ഈ കഴകക്കാർ, അപ്പോൾ അവരൊക്കെ ആ ചെറിയ അമ്പലമാണെങ്കിൽ അതിനനുസരിച്ചുള്ള വരുമാനം മാത്രമേ അമ്പലത്തിലുണ്ടാവൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ശമ്പളം മാത്രമേ ആ അമ്പലത്തിൽ അവർക്ക് ശമ്പളമായിട്ട് കൊടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വരുമ്പം പൂജാരികളുടെ തട്ടിലും നമ്മൾ അറിഞ്ഞ് ദക്ഷിണ കൊടുക്കണം. അതേപോലെ തന്നെ ആ അമ്പലത്തിൽ ആ സേവ ചെയ്യുന്ന പുറംപണിക്കൊക്കെ നിന്ന് സേവ ചെയ്യുന്നവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി അവർക്ക് നമ്മൾ ഒരു സഹായം ചെയ്യുമ്പോൾ അവിടെ ഇരിക്കുന്ന ആ മൂർത്തി ആരാണെങ്കിലും നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾ ആരാധിക്കുന്ന ആ ദൈവം നിങ്ങൾക്കത് മനസ്സറിഞ്ഞു തരും. അത് ശിവനെന്നല്ല, ഏത് ദൈവങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു സൂക്ഷ്മത്തെ നിങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ചര്യയാക്കുക. എപ്പോൾ അമ്പലത്തിൽ പോയാലും, ചെറിയ അമ്പലമാണ്, നമുക്കറിയാം ശബരിമല ഗുരുവായൂരെ പോലെ അല്ല, മറ്റ് ചെറിയ ചെറിയ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ വരുമാനം തീരെ കുറവായിരിക്കും. അപ്പോൾ അവിടെയുള്ള ആ പൂജാരികൾക്ക് ഒരു ദക്ഷിണ, നമ്മുടെ ദക്ഷിണ അവരുടെ വരുമാനമാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട് വിളിക്കുന്ന ആ സേവ ചെയ്യുന്നവരാണവർ. വേളാവേള ഭഗവാന് വേണ്ടതെല്ലാം കൊടുക്കുന്നതാണവർ. അപ്പോൾ അവർക്ക് നമ്മൾ മനസ്സറിഞ്ഞു കൊടുക്കുമ്പോൾ ദൈവം നമ്മൾക്കും മനസ്സറിഞ്ഞു തരും. അപ്പോൾ ചിലർക്ക് ഒരു സംശയമുണ്ടാവും, ഇങ്ങനെ മാത്രമേ ശിവഭഗവാന്റെ എന്നല്ല മറ്റ് ദൈവങ്ങളുടെയൊക്കെ അനുഗ്രഹം കിട്ടുകയുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെയും അനുഗ്രഹം വാങ്ങാം, അനുഗ്രഹം കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിനേക്കാളും ശിവഭഗവാൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കരുണയുള്ളൊരു മനസ്സാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാമേ കരുണയുള്ള ഒരു മനസ്സുള്ളവർക്ക് മാത്രമേ തോന്നുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഒരു ജീവനുകളെയും ഉപദ്രവിക്കാനോ അതിനെ കൊല്ലാനോ ഒന്നുമുള്ള ഒരു മനസ്സ് കാണിക്കരുത്. അങ്ങനെ കാണിക്കുന്നവർ തീർച്ചയായിട്ടും ഈ കരുണയെപ്പറ്റി ഒന്നും സംസാരിക്കാനേ യോഗ്യരല്ല. അപ്പോൾ അവർ ഈ ഭഗവാനോട് പോയി അവരവരുടെ സങ്കടങ്ങൾ പറഞ്ഞ് കണ്ണുനീരൊലിക്കുമ്പോൾ ഭഗവാനും ഒരു തീർപ്പുണ്ടാവില്ലേ? അതൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മുന്നേ ഒരാൾ കഷ്ടപ്പെടുന്ന എന്ന് കാണും, നമ്മുടെ മുന്നിൽ ഒരാൾ കഷ്ടപ്പെടുമ്പോൾ അവരെ സഹായിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, 10-15 കോടി വെച്ചിട്ട് ഒരു 5 കോടി കടം വാങ്ങി തിരിച്ചടയ്ക്കാൻ കഷ്ടപ്പെടുന്നെങ്കിൽ അതല്ല ഒരു കഷ്ടം. ആ കഷ്ടത്തിനെ പറ്റി അല്ല പറഞ്ഞത്. അടുത്ത നേരത്തേക്കൊരു ഭക്ഷണമേ ഇല്ല, നേരം കാലം നോക്കാതെ ജോലി ചെയ്തിട്ടും അതിനനുസരിച്ച് വരുമാനവുമില്ല, ദാരിദ്ര്യമാണ്. അപ്പോൾ അവർക്ക് ഒരു നേരം ഭക്ഷണം വാങ്ങിക്കൊടുത്ത് വയറ്റിലിരുന്ന വിശപ്പിൻ്റെ തീ അണയ്ക്കുമ്പോൾ അതൊരു വലിയ പുണ്യമാണ്. ആ സമയത്താണ് നിങ്ങൾ ശിവനെ ഉണരുന്നത്. അതായത് കഷ്ടപ്പെടുന്ന ഒരാൾ നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്ത് അവരെ സഹായിക്കണമല്ലോ, ഞാൻ എന്താണ് ചെയ്യുന്നത്? ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല.
പോക്കറ്റ് കാലിയായിരിക്കും, കയ്യിലൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിനൊരു ഏക്കം ഉണ്ടാകും, എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അവർ ഏത് തരത്തിലെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ എന്നൊരു ചിന്ത കൂടെ, അത് ശിവഭഗവാനെ നിങ്ങൾ ഉണർന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എപ്പോഴും കരുണയുള്ള ഒരു മനസ്സായിരിക്കും. റോഡിലൂടെ നടന്നു പോയിക്കൊണ്ട് ഈ റോഡ് സൈഡിലൊക്കെ നമ്മൾക്കത് ആരാണെന്നേ അറിയില്ല, ആരെങ്കിലും ഒരാൾ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് തളർന്ന് കിടക്കുന്നുണ്ടാവും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരെ കുരുന്ന് വിശക്കുന്നു, ഇത്തിരി വല്ലതും വാങ്ങിത്തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ആളുകൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുമ്പോൾ അതൊരു മഹാപുണ്യമാണ്. ആ പുണ്യം നിങ്ങൾക്ക് 7 ജന്മത്തിലും തുടർന്നു വരും കൂട്ടുകാരെ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ കണ്ണിൽപ്പെട്ടാൽ അത് നിങ്ങൾക്കുള്ള ഒരു ചാൻസാണ്. ഉടനെ നിങ്ങളെക്കൊണ്ട് എന്താണോ ആ സാഹചര്യത്തിൽ ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്തേക്കണം. അപ്പോൾ ഏതോ ഒരു ആവശ്യത്തിനായി നിങ്ങൾ ദൈവത്തിനോട് വെച്ച ഒരു അപേക്ഷ ഉണ്ടാകുമല്ലോ, എപ്പോഴെങ്കിലും ആ അപേക്ഷ പരിഗണിക്കപ്പെടും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ഈടുപെടുക. അതേപോലെ തന്നെ എത്ര അധികം അമ്പലങ്ങളുണ്ടെങ്കിലും ചില കാലപ്പഴക്കം ചെന്ന അമ്പലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ പുനർനിർമ്മാണം നടക്കുന്ന സമയങ്ങളിൽ അതിൻ്റെ ഒരു ഭാഗമാകാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളെക്കൊണ്ടാകുന്നത് പോലെ, ശരീരം കൊണ്ട് ഉழைപ്പ് കൊണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ പണം കൊടുത്തോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അതിനൊരു ഭാഗമാകാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ അത് ഒരിക്കലും വിട്ടുകളയരുത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ അമ്പലങ്ങൾക്ക് ചെയ്യുന്നതിന് പകരം ആശുപത്രി കെട്ടാമല്ലോ, അല്ലെങ്കിൽ വീട് കെട്ടാമല്ലോ, അപ്പോൾ അതിനെല്ലാം തനിയെ ചെയ്യണം, അങ്ങനെയൊന്നും ചിന്തിക്കുകയേ ചെയ്യരുത്. ഒരു കാലപ്പഴക്കം ചെന്ന ഒരു അമ്പലം, ആ അമ്പലത്തിന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിങ്ങളെക്കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കണം. ഇതെല്ലാം ശിവഭഗവാനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഭഗവാൻ നമ്മുടെ കാര്യങ്ങൾ അങ്ങ് ഏറ്റെടുത്തേക്കും. പുള്ളിക്കാരൻ്റെ ലിസ്റ്റിൽ നമ്മുടെ പേര് എഴുതി ചേർക്കും. പിന്നീട് നമുക്ക് എന്തൊരു പ്രശ്നം വന്നാലും നമുക്ക് പേടിക്കേ വേണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. കൊല്ലാൻ വന്ന ആൾക്കാരുടെ മുന്നിലും ധൈര്യത്തോടെ തല ഉയർത്തിപ്പിടിച്ച് കൊല്ലടാ എന്ന് പറഞ്ഞ് നിൽക്കാൻ നമുക്ക് ആ ഒരു ധൈര്യം കിട്ടും. പിന്നിൽ ആരാ നിൽക്കുന്നത്? നമ്മുടെ ശിവഭഗവാൻ. ആൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾക്ക് എന്തിനു പേടിക്കണം? ഏത് ശത്രുക്കൾ വന്നാലും അവിടെയെല്ലാം ഭഗവാൻ നമ്മളെ കാത്തുരക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ ഒരു രഹസ്യം. അപ്പോൾ അങ്ങനെയുള്ള പ്രവൃത്തികളാണ് ഭഗവാൻ നമ്മൾക്ക് അങ്ങനെയുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്തുനിന്ന് വരുമ്പോഴാണ്, അത് കണ്ടിട്ടാണ് ഭഗവാൻ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത്. അത് ഭഗവാൻ നേരിട്ട് ഒന്നും വരണമെന്നില്ല, ആരോ ഒരാൾ മുഖാന്തരം. മനുഷ്യരെല്ലാവരും ദൈവങ്ങളാണ്, എല്ലാ മനുഷ്യരിലും ദൈവാംശമുണ്ട്, എല്ലാ മനുഷ്യരും ദൈവങ്ങളാണ്. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് വേറെ എവിടെയും നമ്മൾക്ക് ഒന്നിനും തേടി പോകേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോഴേ നമ്മുടെ കാര്യങ്ങളെല്ലാം ആരോ ഒരാൾ മുഖാന്തരം നമ്മൾക്കത് നടത്താനുള്ള ഒരു സിറ്റുവേഷൻ ഈ പ്രപഞ്ചം നമ്മൾക്ക് ഒരുക്കി തരും. ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തിലും അവിടെ അവിടെയായിട്ട് നമ്മൾക്കായിട്ടുള്ള സൊല്യൂഷൻസ് നിറയുണ്ട് കൂട്ടുകാരെ. വിഴിപ്പുണർവോടെ ഇരുന്ന് അതെല്ലാം കണ്ടെത്തണം. ഭക്തിയെയും കരുണയെയും പിരിച്ചു വയ്ക്കാൻ പറ്റുകയില്ല. അങ്ങനെ പറ്റില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പോംവഴിയായി. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കരുണയുള്ള ഒരു മനസ്സാണ്. ശിവഭഗവാന്റെ കരുണയും ഒരു നല്ല ഒരു വഴിനടത്തലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നത്തെല്ലാം നമ്മൾ വെളിയിൽ വരും. അപ്പോൾ വിശക്കുന്ന വയറിന് ആഹാരം കൊടുക്കണം. ഇതെല്ലാമേ ശിവനെ അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന ദൈവമാരോ ആ ദൈവങ്ങളെ എല്ലാം സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് കൂട്ടുകാരെ. ദൈവം നമ്മളിലാണുള്ളത്. അത് ആരെപ്പോൾ ഉണരുന്നോ അവർ ശിവനെ സന്തോഷിപ്പിക്കുന്നവരാണ്. ശിവനെന്നല്ല, നിങ്ങൾ വിളിക്കുന്ന ഏത് ദൈവമാണെങ്കിലും അവരെല്ലാം നിങ്ങളിൽ സന്തോഷമുള്ളവരായിട്ട് മാറും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.